പാലക്കാട് ഗ്രാമത്തിലുണ്ടായ ഈ പ്രേതകഥ നിങ്ങൾക്കറിയാമോ? പാലക്കാടൻ ഗ്രാമങ്ങളിലെ പഴയ തറവാടുകളിൽ ഇന്നും പറഞ്ഞുപോരുന്ന ഒന്നാണ് കരിങ്കുട്ടിയുടെ വിളി. ഒരിക്കൽ ഒരു തറവാട്ടിലെ കാരണവർ രാത്രി വരാന്തയിലിരിക്കുമ്പോൾ മുറ്റത്തെ ഇരുട്ടിൽ നിന്നും ഒരാൾ വിളിക്കുന്നു, "മാമോ, ഒന്ന് പടിവാതിൽ വരെ വരുമോ?" ശബ്ദം കേട്ടാൽ തൻ്റെ അനിയന്റെ മകൻ വാസുവാണെന്നേ തോന്നൂ. കാരണവർ മുറ്റത്തിറങ്ങി അവനോടൊപ്പം നടന്നു. പക്ഷേ ഒരു കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചു. ഉണങ്ങിയ ഇലകൾക്ക് മുകളിലൂടെ നടന്നിട്ടും വാസുവിന്റെ കാലടി ശബ്ദം മാത്രം കേൾക്കുന്നില്ല. പടിവാതിൽക്കലെത്തിയപ്പോൾ വാസു കുളക്കരയിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, "അവിടെ ആരോ നിൽക്കുന്നു മാമോ." കാരണവർ സംശയത്തോടെ തന്റെ ടോർച്ച് തെളിച്ചു. വെളിച്ചം വാസുവിന്റെ മുഖത്ത് വീണതും കാരണവർ തരിച്ചുപോയി. അവിടെ നിന്നത് വാസുവല്ല. കാണാൻ അവനെപ്പോലെ ഉണ്ടെങ്കിലും ആ രൂപത്തിന്റെ കണ്ണുകൾക്ക് തീജ്വാലയുടെ നിറമായിരുന്നു. ഒരു ഭീകരമായ ചിരിയോടെ ആ രൂപം ഇരുട്ടിലേക്ക് അപ്രത്യക്ഷമായി. തൊട്ടു പിന്നാലെ വീടിനുള്ളിൽ നിന്നും യഥാർത്ഥ വാസു ഉറക്കമുണർന്നു വരുന്നത് അദ്ദേഹം കണ്ടു. ഇന്നും ആ ഗ്രാമങ്ങളിൽ രാത്രിയിൽ പരിചയമുള്ള ശബ്ദത്തിൽ ആരെങ്കിലും വിളിച്ചാൽ ആളുകൾ പെട്ടെന്ന് പുറത്തിറങ്ങില്ല. കാരണം വിളിക്കുന്നത് സ്വന്തം ചോരയാണോ അതോ വേഷം മാറി വന്ന മറ്റെന്തെങ്കിലുമാണോ എന്നാർക്കറിയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള യഥാർത്ഥ ഭയപ്പെടുത്തുന്ന കഥകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.